ശബാഷ്. ജയൻ രത്നങ്ങളുമായി ഇതാ വന്നു കഴിഞ്ഞു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. 30,000, 50,000, 1,00,000. വെരി ഗുഡ് മൈ ബോയ്. പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ കെ. ബട്ട് വാട്ട് അബൌട്ട് ദിസ് വൺ? ഇത് അല്ലേ അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പണയം വെക്കുന്നതിന്റെ ജീവനില്ലേ, അതെനിക്ക് സ്വന്തമാണ്. അതുപോലും എനിക്ക് അധീനമാണ്. ഒരു തെരുവുവണ്ടിയായിരുന്നു നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഞാനാണ്. ഞാനൊരു തെണ്ടിയായിരുന്നില്ല. സാഹചര്യം എന്നൊരു പോക്കറ്റടിക്കാരനാക്കി. ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എഴുന്നിട്ടില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടമല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതിൽപ്പം വിലയുള്ള സാധനമാണ്. Carry on, my boy. Thank you. ഈയിടെയായി എനിക്ക് നൃത്തത്തിൽ തീരെ താല്പര്യം തോന്നുന്നു. 1000 കണ്ണുകൾക്ക് നടുവിൽ അമ്പേറ്റ കിളിയെ പോലെ എന്റെ മനസ്സ് ചെലവഴിക്കുന്നു. വണ്ണക്കടലാസിലൂടെ അരിച്ചെറിഞ്ഞു വെളിച്ചം സർപ്പക്കുഞ്ഞുങ്ങളെ പോലെ എന്റെ ശരീരത്തെ എഴുന്നോടുന്നു. നീ ഈ ആഭാസം നൃത്തം തുടരണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഒരു നല്ല കോഡ് കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലും പോകാം. മതി കുടിച്ചത്. ഡോണ്ട് സ്റ്റോപ്പ് മീ. ലഹരി മാത്രമാണ് എന്റെ ഒരേ ഒരു അഭയം. ഈ വിസ്കിയുടെ ലഹരി, പിന്നെ നിന്റെ കണ്ണുകളുടെ ലഹരി. വളകളിലും ഈ മൊഴിയിൽ നാണപ്പൂക്കൾ നിൽക്കുമ്പോൾ ചിലമ്പണി വളകളിലും ഈ മൊഴിയിൽ നാണപ്പൂക്കൾ നിൽക്കുമ്പോൾ കണ്ണിലെ മധുശാല മനസ്സിൻ പാഠശാല, നീ കണ്ണിലെ മധുശാല മനസ്സിൻ പാഠശാല, നിന്നെല്ലാം പുഷ്പമാല
ചിലമ്പണം ഈ ചിരിയിൽ വളകളിലും ഈ മൊഴിയിൽ കാണാം പൂക്കൾ നിൽക്കും പൂക്കാലിൽ എന്തൊരു വേദന, എന്തൊരു കാത്തിരിപ്പ്. എനിക്ക് ജീവിതം മടുത്തു. ആ ജഗ്ഗു എന്നെ ചതിച്ചു. അവൻ ഒറ്റപ്പെടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കുടുങ്ങിയത്. ആ സാരമില്ല, അവന് ഞാൻ നല്ല സമ്മാനം കൊടുത്തു. ഈ ടീച്ചർ നമ്മൾ എത്ര മാറ്റത്. എന്നാലും നമ്മൾ നമ്മുടേതായ ഒരു ജീവിതം തുടങ്ങാൻ ഒരു നല്ല അവസരം വീണ്ടും വരുന്നു. പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? വായനയിലൊന്നും എനിക്കൊരു താല്പര്യമില്ല സാറിന് അറിഞ്ഞൂടെ? ഒരു വലിയ സൈക്ലോൺ അറേബ്യൻ കടലിൽ ഉടനെ തന്നെ കേന്ദ്രീകരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബാങ്ക് കൊള്ളയ്ക്ക് പേമാരിയും കൊടുങ്കാറ്റും സഹായകരമാണ്. വീണ്ടും അപകടത്തിൽ കയറാനാണോ ഭാവം? ഇതൊക്കെയല്ലേ, യു ആർ എ മോഡേൺ ഗേൾ. അടുക്കളയിൽ കഴിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഷയിൽ നീ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഒരു നല്ല അട്ടിവാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. എല്ലാം വിട്ടറിഞ്ഞ് വളരെ വളരെ അകലെ പോയി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് പണം വേണ്ടേ? അതിന് 1000-ങ്ങളോ 10,000-ങ്ങളോ പോരാ, ലക്ഷങ്ങൾ തന്നെ വേണം. സമയം അനുകൂലമാകട്ടെ. ഏതായാലും ബാങ്കിന് വിരുന്നുകാരനെ പോകുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ് മൈ ബോയ്. ഒറ്റന്മാരോട് എനിക്ക് ബഹുമാനമാണ്. വെൽ, ഹാവ് എ ഗുഡ് ടൈം ഹിയർ. അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നു, കിടക്കണം. മോളെ, കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ. ദൈവമേ, വീട്ടിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ സഹായിക്കണേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ